ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ആർബറേറ്റത്തിൽ വന്നിരിക്കുകയാണ്. കാനഡയുടെ ഏറ്റവും വലിയ ആർബറേറ്റമാണ് ഇത്. ആ കാണുന്നത് എൻ്റെ കണവനാണ് ഇന്നത്തെ എൻ്റെ ഗൈഡ്. അപ്പോൾ ആർബറേറ്റം എന്ന് പറഞ്ഞ ഒരു കാടും ഗാർഡൻ്റെയും ഒരു സെറ്റപ്പിലാണ്. നമുക്കിനി മുന്നോട്ട് പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇനിയുള്ളത് എന്ന് കേട്ടോ. ഓക്കെ ഇതാ ഗൈസ്, അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാനഡയിലും കൂടോത്രങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. പക്ഷെ ചിരിച്ചിട്ടുള്ള കൂടോത്രം ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. അപ്പോൾ എന്താണ്, ഇതൊരു മെമ്മോറിയൽ ഫോറസ്റ്റ് ആണെന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇറ്റ്സ് വാൾ സസ്റ്റൻസ് മെമ്മോറിയൽ ഫോറസ്റ്റ്. കുറേ ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പാവം ആൾക്കാർ ഫ്യൂണറൽ ഹോമിൻ്റെയും ചാപ്പലിൻ്റെയും അണ്ടറിലാണ് ഈ ഫോറസ്റ്റ് ഇപ്പോൾ നീങ്ങണത് എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഓക്കെ, ബൈ. ഹലോ, അപ്പം നമ്മൾ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ആർബറേറ്റത്തിൽ ശരിക്കും 3 ഗാർഡൻസാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വണ്ണാണ് ദ ഇംഗ്ലീഷ് ഗാർഡൻ. ഈ ഇംഗ്ലീഷ് ഗാർഡനിൽ തന്നെ ദർ ഈസ് ദ സ്കൈ ഗാർഡൻ ആൻഡ് ദ സൺ ഗാർഡൻ വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ എ മൂൺ പാത്ത് വേ. ഈ മൂൺ പാത്ത് വേയിലാണ് നമ്മുടെ ഈ ജന്തർ മന്തർ സ്റ്റൈലിൽ ഒരു ക്ലോക്ക് വെച്ചിരിക്കുന്നത്. ഈ ഷാഡോ കണ്ടുപിടിച്ച് ടൈം കാണാൻ പഴയ കാലഘട്ടത്തെ ആ ഒരു സ്റ്റൈലിൽ. സോ ഹിയർ വി ഗോ. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗാർഡൻ ഓഫ് ദി ആർബറേറ്റം എന്ന് പറയുന്നത് ദ ജാപ്പനീസ് ഗാർഡൻ ആണ്. നല്ലൊരു കുഞ്ഞി ഫെങ്ഷുയി സ്റ്റൈലിലുള്ളൊരു വാട്ടർഫോളും ട്രീസ് സാൻഡ് ഒക്കെ വെച്ചൊരു ചെറിയ ജാപ്പനീസ് ലൊക്കേഷൻ പോലെ വെച്ചിരിക്കുകയാണ് ഇവിടെ. ഒരു സിമുലേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. So just enjoying the ripples of the water and moving forward. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗാർഡൻ എന്ന് പറയുന്നത് ദ ഇറ്റാലിയൻ ഗാർഡൻ ആണ്. ഒരു നല്ല ഫൗണ്ടൻ വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ വയലറ്റ് ലാവൻഡർ ലൈക്ക് ഫ്ലവേഴ്സ്. അതിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 to 6 ഇറ്റാലിയൻ ലൈക്ക് സ്കൾപ്ചേഴ്സ് കാണും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് കോൾഡ് ദ ഇറ്റാലിയൻ ഗാർഡൻ. ചലോ ലെറ്റ്സ് ഗോ. തിന്നാൻ ആക്രാന്തപ്പെടുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ ബാഗ് തപ്പിക്കൊണ്ടിരിക്കുന്നു. ഒരു ബ്രെഡിന് വേണ്ടിയിട്ടുള്ള പരാക്രമമായിരുന്നു അത് ഗൈസ്. ഓക്കെ, അവിടെ ഒരു ഇത് കണ്ടോ, ഒരു ആർച്ച് പോലെ കണ്ടോ? അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ മഞ്ഞ ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുന്ന പോലെ കിടക്കും. അതേപോലെ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ അവർ ക്ലിയർ ചെയ്യും. ഈ ഭാഗം കണ്ടില്ലേ, ഈ പച്ച കിടക്കുന്ന ഒരു തരി പച്ച കാണാൻ പറ്റില്ല. ഒരു വെള്ള ബ്ലാങ്കറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന പോലെ മുഴുവൻ മഞ്ഞായിരിക്കും, ഒറ്റ ഒരു തരി കാണാതെ. അതേപോലെ മരങ്ങൾ കംപ്ലീറ്റ് ഇലയും കൊഴിഞ്ഞ് പച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ബ്രൗണും ഈ തടിയുടെ ബ്രൗൺ നിറവും പിന്നെ മഞ്ഞിൻ്റെ വെള്ള നിറവും.